ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ്. ഇന്ന് നമ്മൾ വീണ്ടും നറൂട്ടോ കുട്ടപ്പന്റെ ഒരു അടിപൊളി എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് വളരെയധികം ട്വിസ്റ്റോട് കൂടെയാണ് എൻഡ് ചെയ്തത്. സോ നിങ്ങളെ പോലെ തന്നെ അടുത്ത എപ്പിസോഡിന് ഞാനും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോ ഓവർ ഇൻട്രോ പറഞ്ഞ് ലാഗ് അടുപ്പിക്കാതെ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് കടന്നതല്ല. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കലിമൂത്ത ആ ഒരു 9 വാലുള്ള കുറുക്കനായി മാറിയ നറൂട്ടോ ആവട്ടെ, കലിമൂത്ത് വെറിമൂത്ത് ഹക്കുവിന്റെ നേരെ കുതിച്ചു പായുമ്പോ പേടിച്ചരണ്ട ഹക്കു ആവട്ടെ ആദ്യമായിട്ട് അവന്റെ കയ്യിലുള്ള സൂചികളെല്ലാം തന്നെ നറൂട്ടോയുടെ മേലേക്ക് വലിച്ചെറിയും. സൂചി ആഴത്തില് കുത്തി ഇറങ്ങുമ്പോ വേദന സഹിക്ക വയ്യാതെ വീണ്ടും അവന് ദേഷ്യം കൂടി ഹക്കുവിന്റെ നേർക്ക് തന്നെ വരുന്നത് മനസ്സിലാക്കുമ്പോ ഹക്കു ആവട്ടെ ഓടിപ്പോയി അവന്റെ കണ്ണാടിക്കുള്ളില് ഒളിച്ചിരിക്കാനായിട്ട് ശ്രമിക്കും. തനിക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല, ഇവനെ കൊന്നിട്ട് അടങ്ങുന്നു പറഞ്ഞ് നറൂട്ടോ കുട്ടപ്പൻ ഹക്കുവിന്റെ എല്ലാ കണ്ണാടിയും തല്ലി ഉടയ്ക്കും. ചില്ലിന്റെ ഇടയിൽ കടന്നാല് ചളങ്ങി പിടുങ്ങെന്ന് മനസ്സിലാക്കിയ ഹക്കു അവിടുന്നും തലനാരിഴക്ക് രക്ഷപ്പെടും. ഹക്കു എവിടെയെന്ന് തലങ്ങും വിലങ്ങും നമ്മുടെ കുട്ടപ്പൻ നോക്കുമ്പോ ഈ ഗ്യാപ്പില് അവനെ തട്ടിക്കളഞ്ഞില്ലെങ്കിൽ എന്റെ കാര്യം ഹദാഹുവ ആവുമെന്ന് മനസ്സിലാക്കിയ ഹക്കു ആവട്ടെ കയ്യില് ഒരുപാട് സൂചികള് ഇറുക്കി പിടിച്ച് അവനെ കുത്താനായി മുകളിൽ നിന്ന് പാഞ്ഞെടുക്കും. ഇത് കണ്ട നറൂട്ടോ ആവട്ടെ തെന്നി മാറി അവനെ പിടിക്കാൻ നോക്കുമ്പോ സംഭവം കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാക്കിയ ഹക്കു വീണ്ടും ആ ഒരു കണ്ണാടി ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഉള്ളിൽ പോയിട്ട് ഒളിച്ചിരിക്കാൻ ശ്രമിക്കും. നറൂട്ടോ ഓടി വന്ന് അവന്റെ കുട്ടിപ്പാവടെ പിടിച്ച് വലിച്ച് 4 കറക്ക് കറക്കി എവിടേക്കാണ് ഓടുന്നതെന്ന് ചോദിച്ച് നിലത്ത് ഒരൊറ്റ അടി. പുക മൂടി ആർക്കും ഒന്നും കാണാൻ പറ്റാതിരിക്കുമ്പോ കാക്കാഷിയുടെ മനസ്സിൽ മറ്റൊരു വലിയ ടെൻഷനാണ്. നറൂട്ടോയുടെ ബോഡിയിലെ ആ ഒരു സീല് പൊളിയാണെങ്കിൽ തീർച്ചയായിട്ടും 9 കാലുള്ള കുറുക്കാൻ പുറത്തു വരും. അങ്ങനെ പുറത്തു വരികയാണെങ്കിൽ അത് ഹക്കുവിന് മാത്രമല്ല ഈ ഒരു ഗ്രാമത്തിന് തന്നെ നാശമായിരിക്കും. കുറുക്കൻ ഇപ്പൊ പുറത്തു വന്നത് അത്തരത്തിൽ സീല് പൊട്ടിയിട്ടാണോ എന്ന് സംശയിക്കാണ് കാക്കാഷിയുടെ. പക്ഷേ അതിന് സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഈ സമയം കൊണ്ട് ഹക്കുവിനോടൊപ്പം നമ്മളുടെ കഥയും അവൻ തീർക്കേണ്ട സമയം കഴിഞ്ഞു. കാക്കാഷി ഉടനെ അവിടെ കിടന്ന ഒരു റോൾ എടുത്ത് അവന് കുത്തുകൊണ്ട അതേ സ്ഥലത്ത് നിന്ന് ബ്ലഡ് എടുത്ത് റോളിലാക്കും. കാക്കാഷി പറയും, എനിക്കും നിനക്കും ഒരേ പവറാണ്, പക്ഷെ നിനക്ക് പോലും അറിയാതെ നിന്നെ സിമ്പിളായിട്ട് പൂട്ടാൻ എനിക്ക് സാധിക്കും. ഇനി ഈ കണ്ണുപൊത്തിക്കളിയുടെ ആവശ്യമില്ലാന്ന് പറഞ്ഞ് ആ ഒരു വലിയ റോൾ ഷീറ്റ് എടുത്ത് കറക്കി ഞാൻ ഇതുകൊണ്ട് നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു പറയുമ്പോ സാബുസ ആവട്ടെ അവന് തോന്നിയ ചില കാര്യങ്ങൾ തിരിച്ചും പറയാൻ തുടങ്ങും. നിനക്ക് പറ്റുന്ന എന്താന്ന് വെച്ചാല് നീ ചെയ്തോന്ന് പറഞ്ഞ് സബൂസ കാക്കാഷിയെ നേരിടാൻ തയ്യാറെടുക്കുമ്പോ ഇവിടെ നമ്മുടെ നറൂട്ടോ കുട്ടപ്പനാവട്ടെ നേരത്തെ ഹക്കു ചെയ്ത പോലെ വെറും 2 വിരലും കൊണ്ട് ഹക്കുവിനെ തൂക്കിയെടുക്കും. മാത്രമല്ല നറൂട്ടോയുടെ കുറുക്കന്റെ മുഖം കൂടെ കൂടിച്ചേർന്ന് ഇപ്പൊ ഒരു കണ്ടംപൂച്ചയുടെ മുഖം പോലെ ആയിരിക്കാണ് പാവം നമ്മുടെ കുട്ടപ്പന്റെ. തേറ്റപ്പല്ല് കടിച്ചമർത്തി നമ്മുടെ ഹക്കുവിനെ ചുരുട്ടിയെടുത്ത് ഒരൊറ്റ ഇടി. നിലത്ത് വീണ ഹക്കു കൂളായിട്ട് എഴുന്നേറ്റ് വരുമ്പോ അവന്റെ ചില്ല് കൊട്ടാരെല്ലാം താഴെ ഇടിഞ്ഞു പൊളിഞ്ഞ് പൊടിയാവും. ആടിക്കൊഴഞ്ഞ് വീണ്ടും ഹക്കു എഴുന്നേക്കുമ്പോ ഈ ഒരു അടിയില് നിന്നെ ഞാൻ തീർക്കുമെന്ന് പറഞ്ഞ് ആ ഒരു ഭീകര മുഖമായിട്ട് കുട്ടപ്പൻ നറൂട്ടോ അവന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കും. ഇനി ചാവോ അല്ലാതെ വേറെ രക്ഷയില്ലാന്ന് കരുതി ഹക്കു ആവട്ടെ അത് കൈയും കെട്ടി നോക്കി നിൽക്കും. കറങ്ങി വന്ന് അവന്റെ മാസ്ക് വെച്ച മോന്തക്കിട്ട് ഒരൊറ്റ ഇടി. എന്നെ കൊണ്ട് ഒരിക്കലും നിന്റെ ആഗ്രഹം പോലെ ഇവരെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് ഹക്കു സബൂസയോട് പറയുമ്പോ ആ ഒരു മാസ്ക് അവന്റെ മുഖത്തുനിന്ന് ഇളകി താഴേക്ക് വീഴും. കലിപൂണ്ട് അടുത്ത ഇടിയില് അവന്റെ തല തല്ലി പൊളിക്കാൻ നോക്കുമ്പോഴാണ് ഹക്കുവിന്റെ ശരിക്കുള്ള മോന്ത കണ്ട് നമ്മുടെ ആളൊന്ന് ഷോക്കാവുക. അവന്റെ മുഖം നോർമലാവും, അവന്റെ കലിപ്പെല്ലാം പെട്ടെന്ന് തന്നെ അടങ്ങിപ്പോവും. ഇവനല്ലേ അത്, ഇവനെന്താ ഇവിടെ നിന്നൊക്കെ ആലോചിച്ച് നറൂട്ടോ അവനെ തന്നെ നോക്കി നിൽക്കുമ്പോ സംശയിക്കണ്ട, ഞാൻ തന്നെയാണ്. ഇപ്പൊ നിന്റെ കൂട്ടുകാരൻ സാബുസയെ കൊന്നതും ഞാനാണ്, എന്നെ കൊന്നേക്കു എന്ന് ഹക്കു നറൂട്ടോട് പറയുമ്പോ ഒരു നിമിഷം നറൂട്ടോ ആവട്ടെ സാബുസയുടെ മുഖത്തേക്ക് നോക്കും. പക്ഷെ ഇത്തവണ നറൂട്ടോ അടിക്കുക ഹക്കുവിനെ കൊല്ലണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ല, ദേഷ്യത്തിൽ മാത്രമാണ്. കറങ്ങി അടിച്ച് താഴെ വീഴുന്ന ഹക്കു ആവട്ടെ ഈ പവർ കൊണ്ട് നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്റെ ആദ്യത്തെ പവർ അത് തന്നെ നീ സ്വീകരിക്കണം, അതുപയോഗിച്ച് നിനക്കെന്നെ ഇല്ലാതാക്കാൻ കഴിയുള്ളൂ എന്ന് ഹക്കു നറൂട്ടോയോട് പറയും. നറൂട്ടോയ്ക്ക് വീണ്ടും കാട്ടിൽ നിന്ന് ഹക്കുവായിട്ട് സംസാരിച്ച ഓരോരോ കാര്യങ്ങളായിട്ട് ഓർമ്മ വരാൻ തുടങ്ങും. നിന്റെ മനസ്സ് മാറരുത്, എന്നെ എങ്ങനെയെങ്കിലും കൊന്നുകളെ, നിന്റെ കൂട്ടുകാരനെ ഞാനാണ് ഇല്ലാതാക്കിയത്. എന്നോടിപ്പൊ കരുണ കാണിച്ചാല് അത് നിന്റെ കൂട്ടുകാരനോട് നീ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും എന്ന് ഹക്കു ഇപ്പോ നറൂട്ടോയോട് പറയും. ഈ ഒരു സമയത്ത് ഹക്കു രക്ഷപ്പെടാനല്ല മറിച്ച് അവന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച്
നറൂട്ടോയുടെ കൈകൊണ്ട് മരിക്കാനാണ് ഹക്കു ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. എന്നെ പോലെ ഇനി ഒരു വീക്കായ ഷിനോബിയെ സബൂസയ്ക്ക് ആവശ്യമുണ്ടാവില്ല. നിന്റെ കൈകൊണ്ട് എന്നെ ഇല്ലാതാക്കുമെന്ന് ഹക്കു കേഴുമ്പോ നമ്മുടെ നറൂട്ടോ ആവട്ടെ ദേഷ്യം പിടിച്ച്, നീ എന്തിനാണ് ദുഷ്ടന്മാരായിട്ടുള്ള ഹക്കുവിനെ പോലുള്ള വില്ലന്മാരുടെ കൂടെ ജോലി ചെയ്യുന്നതെന്ന് അവന്റെ അടുത്ത് ചോദിക്കും. പൈസയ്ക്ക് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യാൻ നീ തയ്യാറാണോ? സബൂസയോട് നിനക്കെന്തിനാ ഇത്രയും കടപ്പാടെന്നൊക്കെ നമ്മുടെ നറൂട്ടോ ചോദിക്കുമ്പോ ഹക്കു ആവട്ടെ അവന്റെ ഫ്ലാഷ് ബാക്ക് തന്നെ പറയാൻ തുടങ്ങും. എനിക്ക് എന്റെ അച്ഛനെയും അമ്മേനെയും ഒരുപാട് ഇഷ്ടമായിരുന്നു. ലാൻഡ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഒരു അടിപൊളി ഗ്രാമത്തിലാണ് ഞാൻ ഉണ്ടായത്. എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ ആ ഒരു സന്തോഷം അത് ഒരുപാട് നാളും നീണ്ടു നിന്നില്ല എന്ന് പറയുമ്പോ ഹക്കുവിന്റെ വായിക്കൂടെ ബ്ലഡ് പുറത്തേക്ക് വരും. എന്നിട്ട് എന്ത് സംഭവിച്ചുവെന്ന് ഒരുപാട് ആകാംക്ഷയോടുകൂടെ കുട്ടപ്പൻ ചോദിക്കുമ്പോ എന്റെ അച്ഛൻ എന്റെ അമ്മയെ കൊന്നുകളഞ്ഞു. ഇത് കേട്ട് നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ വീണ്ടും ഒന്ന് ഷോക്കാവും. കാരണം ആ സമയം എന്ന് പറയുന്നത് സിവിൽ വാർ സമയമാണ്. ജനങ്ങൾ എല്ലാരും തന്നെ കക്കൈ ഗംഗൈ പ്ലാനിൽ ചേർന്ന എല്ലാവരും വെറുക്കാൻ ആരംഭിച്ചിരുന്നു. അതൊരു സ്പെഷ്യൽ പവർ അല്ല, വേണമെങ്കിൽ ഒരു ജിപ്സു എന്നൊക്കെ പറയാം, പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒന്ന്. പോരാട്ടത്തിന്റെ യുദ്ധത്തിന്റെ അവസാനം കക്കൈ ഗംഗൈ ടീം തോൽവി അടഞ്ഞു. കക്കൈ ഗംഗൈ ടീമിലെ അവശേഷിച്ചിരുന്നവരാവട്ടെ അവരുടെ പവർ എല്ലാം തന്നെ മറച്ചു വെച്ചു. ഇൻ കേസ് അങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ അവിടെയുള്ളവര് കൊന്നുകളയും. അതേ ടീമിലുള്ള ഒരാള് തന്നെയാണ് മരിച്ചുപോയ പാവം നമ്മുടെ സാസുകയും. ആക്ച്വലി ഹക്കുവിന്റെ അമ്മയ്ക്കാണ് ഈ ഒരു കക്കൈ ഗംഗൈ പവർ ഉണ്ടായിരുന്നത്. ഹക്കുവിന്റെ പപ്പയോട് ഈ ഒരു രഹസ്യം മറച്ചു വെച്ചിരുന്നെങ്കിലും ചെറുപ്പത്തില് ഹക്കുവിനും ഇതേ പവർ ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ ഈ കാര്യം ഹക്കുവിന്റെ അമ്മ അവനെ തടയാൻ ശ്രമിക്കും. കാര്യം മനസ്സിലാക്കിയ ഹക്കുവിന്റെ പപ്പയാവട്ടെ അവന്റെ വൈഫിനെ തല്ലിക്കൊന്നിട്ട് മകനെ കൊല്ലാനായിട്ട് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും തന്നെ കൂട്ടിക്കൊണ്ടുവരും. പക്ഷെ ഹക്കു ആരമോൻ അവൻ അവിടുന്ന് തന്നെ എസ്കേപ്പ് ആവും. പക്ഷെ കുഞ്ഞായിരുന്ന ഹക്കുവിനെ അവന്റെ അച്ഛനും കൂട്ടുകാരും വീണ്ടും അന്വേഷിച്ച് കണ്ടുപിടിച്ചതിനെ തുടർന്ന് മറ്റൊരു വഴിയില്ലാതെ അവന്റെ ജിപ്സ് യൂസ് ചെയ്ത് അവന്റെ അച്ഛനെ അടക്കം എല്ലാവരെയും കൊന്നുകളയും. പിന്നീട് തന്റെ അച്ഛനെ കൊന്ന വേദനയില് ഒരുപാട് അലഞ്ഞു നടക്കും. അപ്പോഴാണ് നമ്മുടെ കുട്ടപ്പനും അവനെ പോലെ തന്നെയാണ് ഇവനും എന്നുള്ള കാര്യം മനസ്സിലാവുക. നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ വലിയൊരു നിഞ്ചയായിട്ട് നിന്റെ ഗ്രാമത്തിൽ പോയി ഒരുപാട് പേര് നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന്? അത് തീർച്ചയായിട്ടും നടക്കും. ഞാൻ ഇത്തരത്തില ആർക്കും വേണ്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പോൾ ഗക്കൈ ഗംഗൈ ടീമിലുള്ളവനാണെന്ന് അറിഞ്ഞിട്ട് പോലും സബൂസയാണ് എന്നെ എടുത്തു വളർത്തിയെന്ന് ഹക്കു പറയും. ഫ്ലാഷ് ബാക്കില് തെരുവിൽ കിടക്കുന്ന ഹക്കുവിന്റെ അടുത്തേക്ക് സബൂസ വന്നിട്ട് നിനക്കിവിടെ കിടന്ന് ഒരു പട്ടിയെ പോലെ ചാവണോ അതോ എന്റെ കൂടെ വരണോന്ന് ചോദിക്കുമ്പോ ഹക്കു ആവട്ടെ സബൂസയോടൊപ്പം പോകുന്ന വഴിക്ക് ലാൻഡ് ഓഫ് ഹോട്ട് ഒരിക്കൽ കാണിച്ചു കൊടുത്ത് ഈ ഒരു സ്ഥലം നീ ഇപ്പൊ തീർച്ചയായിട്ടും കണ്ടുവെക്കണം. അടുത്ത തവണ നമ്മൾ തിരിച്ചു വരുമ്പോ ഈ ഒരു സ്ഥലം മുഴുവൻ നമ്മുടെ അധീനതയിലായിരിക്കുമെന്ന് സബൂസ ഹക്കുവിനോട് പറയും. ഹക്കുവിന് ഒരുപാട് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് സബൂസയുടെ വെറും ഒരു ആയുധമായിട്ടാണ് ഇത്രയും കാലം ഹക്കുവിനെ ഉപയോഗിച്ചത്. പക്ഷെ എനിക്ക് ഈ ഒരു ആഗ്രഹം മാത്രം നിറവേറ്റാൻ സാധിച്ചില്ല. എന്നോട് ക്ഷമിക്ക് സബൂസ എന്ന് പറഞ്ഞ് വീണ്ടും നറൂട്ടോയോട് തന്നെ കൊല്ലാൻ ആവശ്യപ്പെടുകയാണ് ഹക്കു. ഇവിടെ കാക്കാസി അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു റോള് കറക്കി മടക്കി താഴെ അടിക്കുമ്പോ ഭൂമി മുഴുവനായിട്ടും കുലുങ്ങുന്നത് പോലെ ഒരു ഫീല് തോന്നും. സബൂസ ഇതേ സമയം നമ്മുടെ കാക്കാശിയെ വീണ്ടും കളിയാക്കാൻ തുടങ്ങും. നീ എന്തൊക്കെ ചെയ്താലും നിനക്ക് ഞാനിപ്പോ എവിടെ ഉള്ളതെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയില്ല. നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ നിന്റെ ശബ്ദത്തിലൂടെ ഞാനത് തിരിച്ചറിയുന്നു പറയുമ്പോ ഭൂമി പിളരുന്ന ഒരു ശബ്ദത്തില് ആ ഒരു പാലത്തിന്റെ അടിയിലൂടെ ഒരുപാട് നായ്ക്കള് അവന്റെ അടുത്തേക്ക് വരും. സബൂസയുടെ കാലും കൈയും നെഞ്ചും അവറ്റകൾ കടിച്ചു പറിക്കുമ്പോ കാക്കാശി മാസായിട്ട് പറയും, നിനക്ക് മൂടി വെക്കാനായിട്ട് എന്റെ കണ്ണുകൾ മാത്രമേ സാധിച്ചുള്ളൂ, പക്ഷെ കാതിനും മൂക്കിനും നിനക്ക് യാതൊരു തടസ്സവും ഏർപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. സബൂസയുടെ ബ്ലഡ് സ്റ്റെയിൻ മണപ്പിച്ചിട്ടാണ് ഇപ്പോ ആ നായ്ക്കളെ കൊണ്ട് സബൂസയെ അറഞ്ചം പൊറഞ്ചം നമ്മുടെ കാക്കാശി കടിച്ചു കീർപ്പിക്കുന്നത്. വടി കൊടുത്ത് അടി വാങ്ങിയ വേദനയില് ഇപ്പൊ കടി മേടിച്ച് കൂട്ടാണ് നമ്മുടെ വില്ലൻ ചക്കൻ. സബൂസയുടെ പവർ ക്ഷയിച്ച് ഇപ്പൊ പതിയെ അവിടെ ഉണ്ടായിരുന്ന പുകയൊക്കെ മറിഞ്ഞു പോകുമ്പോ പാവം നമ്മുടെ സബൂസയെ പട്ടികൾ കടിച്ചു പറിച്ച് ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നതായിട്ട് കാക്കാഷിക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കാക്കാഷിക്ക് വളരെ സിമ്പിൾ ആയിട്ട് സബൂസയെ കൊല്ലാൻ സാധിക്കും. കാക്കാഷി ആവട്ടെ ഇപ്പൊ ഹക്കുവിൻ്റെത് പോലെ തന്നെ സബൂസയുടെ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങും. സബൂസ പണ്ട് മുതലേ ഒരറിയപ്പെട്ട സ്വാർത്ഥനാണ്. അവൻ എന്ത് വേണമെങ്കിലും അവൻ എന്താഗ്രഹിച്ചാലും അതെന്ത് വില കൊടുത്തും അവൻ നടത്തിയെടുക്കും. അങ്ങനെ ഇരിക്കെ മിസ് ഗാച്ചി എന്നൊരുത്തനെ കാച്ചാൻ ശ്രമിച്ചപ്പോ നൈസായിട്ട് പണിപാളിയ സബൂസ കുറച്ച് ആളുകളുമായിട്ട് അവിടുന്ന് മുങ്ങിയിട്ട് പിന്നീട് പരിശീലനത്തിന് ശേഷം ഒരു റോക്ക് നിഞ്ചയായി മാറി.
പിന്നെ നേരെ ഹിഡൻ ലീഫ് വില്ലേജ്, അതായത് കാക്കാച്ചിയുടെ വില്ലേജിലേക്ക് കടന്നു ചെന്ന് ഒരുപാട് വൃത്തികേട് കാണിച്ച് കുറച്ച് കാശ് ഉണ്ടാക്കി അവന്റെ സൈന്യബലം കൂട്ടാനായിട്ട് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഹക്കുവിനെ കണ്ടുമുട്ടുക. സോ ഇനി നിന്നെ ഒരിക്കലും ഞാൻ വളരാൻ അനുവദിക്കില്ല. ആകാശ് അവന്റെ ശരീരൻ ടെക്നിക്ക് ഉപയോഗിക്കാതെ അവന്റെ നിഞ്ച ടെക്നിക്ക് കൈകൊണ്ട് ഉപയോഗിച്ച് വലിയൊരു മിന്നൽ തന്നെ അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കും. പ്രതീക്ഷിക്കാത്തതിലും അധികം പവർ തന്റെ നേർക്ക് വരുന്ന ഏകദേശം തന്റെ സമയം അടുത്തിരിക്കുന്നു എന്ന്. ഈ ഗ്രാമത്തെ രക്ഷിക്കാനാണ് അമ്മാവൻ വളരെ കഷ്ടപ്പെട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കിയത്. ബ്രിഡ്ജിന്റെ പണി പൂർത്തിയായാല് ഈ ഗ്രാമത്തിലുള്ളവർക്ക് എല്ലാം തന്നെ മോചനം കിട്ടും. അത് തടയാനാണ് നീ ശ്രമിച്ചത്. അതിന് സബൂസ പറയും, എനിക്ക് എന്റെ വഴിയും എന്റെ മാർഗവും മാത്രമാണ് മുഖ്യം. നിനക്കൊരു നിഞ്ചയാവാനോ ഒരു മനുഷ്യനാവാനോ പോലും യോഗ്യതയില്ല. നിന്റെ കഥ ഇവിടെ തീരുകയെന്ന് പറയുമ്പോ അപ്പുറത്ത് നമ്മുടെ ഹക്കു ആവട്ടെ നറൂട്ടോടെ അടുത്ത് എന്നെ കൊല്ലെന്ന് പറഞ്ഞ് പാവം നമ്മുടെ നറൂട്ടോനെ വീർപ്പ് മുട്ടിക്കുകയാണ്. ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ലേ എന്ത് സ്പെഷ്യാലിറ്റിയാണ് നീ സബൂസയിൽ കാണുന്നതെന്ന് നറൂട്ടോ ചോദിക്കുമ്പോ, ആരുമില്ലാത്ത എനിക്ക് സ്നേഹവും കരുതലും തന്ന് വളർത്തിയെടുത്തത് സബൂസയാണ്. അവന്റെ ലക്ഷ്യം നിറവേറ്റാൻ പറ്റാത്ത ഞാൻ ഒരു വേസ്റ്റ് ആണ്. അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും കൊന്നു കളയ് എന്ന് ഹക്കു കേൺ അപേക്ഷിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. സോ ഗായ്സ്, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ നമ്മുടെ മുത്തുമണികൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.